പാലക്കാട് കിഴക്കഞ്ചേരി പനംകുറ്റിയിൽ കാട്ടാന ഇറങ്ങി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ഇറങ്ങിയ കാട്ടാന കൃഷി വ്യാപകമായി നശിപ്പിച്ചു. ആ സൂത്രം കണ്ടപ്പോൾ ഞാൻ ഇവരോട് പറയില്ല. ഞാൻ ഇവിടെ കിടന്നുറങ്ങുമായിരുന്നു. അപ്പം സൗണ്ട് കേട്ട് വാഴ പൊളിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഞാൻ കതവ് തുറന്ന് പുറത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ റോട്ടിൽ നിന്നുകൊണ്ട് ഒരു ആന വാഴ വലിച്ച് പൊളിക്കുന്നു. അത് തിന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ നടന്നു വന്ന് ഈ തെങ്ങ് വലിച്ചു തിന്നുന്നു. അപ്പോൾ ഞാൻ അകത്ത് കയറി മുറി അടച്ച് കിടന്നു. ഒറ്റ ഇവിടെ താഴെ ഇറങ്ങി കഴിഞ്ഞ് അവിടെ ഇറങ്ങി തിന്നു കഴിഞ്ഞപ്പോഴാണ് പാപ്പേട്ടൻ സൗണ്ട് കേട്ടോണ്ടിറങ്ങി ലൈറ്റ് അടിക്കുന്നത്. അന്നേരം ആന അവിടെ നിൽക്കുന്നു. ഉടനെ പുള്ളി കാറി കൂകി സംഗതി ആന ഇതിൽ ഇതാ കയറി ചവിട്ടി കയറി പോയ വഴി ഈ വഴി ചവിട്ടി കയറി പോയി. സംഗതി ഞാൻ ഈ മുറിക്കകത്ത് ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കയറിപ്പോയ പുറകെ ഞാൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ പാപ്പേട്ടൻ ഇതിലെ ലൈറ്റും തെളിച്ചുകൊണ്ട് പുറകെ പോകുന്നുണ്ട്. ഗോകുൽ വി.എസ്. ചേരുന്ന വിവരങ്ങളുമായി. ഗോകുൽ, വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടായിരിക്കുന്ന. കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടാണല്ലേ ഈ മേഖലയിൽ. വനം വകുപ്പിന്റെ ഇടപെടലുണ്ടോ? വിശദവിവരങ്ങൾ എന്താണ് ഗോകുൽ? അതായത് കിഴക്കഞ്ചേരി പനംകുറ്റിയിൽ കുറച്ച് നാളുകൾ കാട്ടാൻ ഇറങ്ങാറില്ല. ഒരു ഇടവേളയ്ക്ക് കഴിഞ്ഞ ദിവസം വീണ്ടും രാത്രി കാട്ടാന ഇറങ്ങുന്നത്. ജോസഫിന്റെയും മോഹനന്റെയും വീട്ടിലാണ് പ്രധാനമായും കാട്ടാന നാശം വിതച്ചത്. ഇത്തരത്തിൽ വാഴയും തെങ്ങും ഒക്കെ വലിച്ച് പറിച്ച് നശിപ്പിച്ച നിലയിലാണ്. അതോടൊപ്പം തന്നെ സമീപത്തെ വീടുകളിലും പല വീടുകളിലേക്കും ആന എത്തുകയും ആ വേലിയൊക്കെ തകർക്കുകയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നീട് നാട്ടുകാരൊക്കെ എഴുന്നേറ്റ് വരികയും ശബ്ദമുണ്ടാക്കുകയും പാട്ടക്കുട്ടി ശബ്ദം വയ്ക്കുകയൊക്കെ ചെയ്തതോടുകൂടിയാണ് ആന തിരികെ കാട് കയറിയത്. വനംവകുപ്പ് പിറ്റേ ദിവസം എത്തി ഈ സ്ഥലത്ത് പരിശോധന നടത്തുകയും അവിടെ ഉണ്ടായിരുന്ന ചില പട്ടകൾ ഈ ആന വരുന്ന ചില സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായൊരു പരിഹാരം എന്ന് പറയാൻ കഴിയില്ല. ഇനിയും ഇത്തരത്തിൽ കാട്ടാന വരുമോ എന്നുള്ള ആശങ്കയിലാണ് ആ പ്രദേശത്തുള്ളവർ.